ഇതും നീനം അവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. കരുതും നീനവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സന്തോഷമുള്ളവരെല്ലാം ഒന്ന് കൈയുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. നാം സൂം മീറ്റിംഗിലാണെന്ന് പറഞ്ഞ് ആരും ഇങ്ങനെ ഒതുങ്ങിയൊന്നും ഇരിക്കരുത്. നമ്മുടെ സഭയിൽ നമ്മൾ എത്രത്തോളമാണോ ദൈവത്തെ ആരാധിക്കുന്നത്, അല്ല വചനങ്ങൾ കേൾക്കുമ്പോൾ എത്രത്തോളമാണോ നാം കരങ്ങളിൽ അടിച്ചും ദൈവത്തെ കൈയുയർത്തിയൊക്കെ ആരാധിക്കുന്നത്, അതുപോലെ നാം സൂം മീറ്റിംഗിലായിരിക്കണം. അത് ഞങ്ങൾക്ക് പ്രസംഗിക്കുന്ന ഞങ്ങൾക്കും അത് വലിയൊരു അനുഗ്രഹമാണ്. വചനം കേൾപ്പാൻ കിടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം എന്റെ മനസ്സിൽ, ഞാൻ ഇവിടെ മീറ്റിംഗ് വന്നപ്പോൾ ഒരു ചിന്ത ദൈവം ഇട്ടുതന്നു. നമ്മൾ പാസ്റ്റർ പറഞ്ഞതുപോലെ രാവിലെ നമ്മൾ വചനം കേൾക്കുന്നവരാ, അതുപോലെ രാത്രി നമ്മൾ വചനം കേൾക്കുന്നവരാ, പിന്നെ യൂട്യൂബിൽ വചനം കേൾക്കുന്നവരാ, ചർച്ചിൽ പോയി വചനം കേൾക്കുന്നവരാ. എന്നാൽ വചനം കേൾക്കുന്നതിലല്ല കാര്യം, അത് എത്രത്തോളം നമ്മുടെ ഹൃദയത്തിലോട്ട്, നമ്മുടെ ഹൃദയത്തെ ആ വചനം കേൾക്കുവാൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് പാകമാക്കി കൊടുക്കുമോ, എത്രത്തോളം വചനം അതിന്റെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ എത്രത്തോളം നാം പാകമാക്കി കൊടുക്കുമോ, അതുപോലെ ആയിരിക്കും നമ്മുടെ വിടുതൽ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ ദൈവം തന്നൊരു ചിന്ത, നാം ഇപ്പൊ ഏതെങ്കിലും ഒരു മാന്തയോ അല്ലെങ്കിൽ പേരത്തയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയോ ഒക്കെ കൊണ്ട് നാം നടുമ്പോ നമ്മൾ ആരും ഒരു ചെറിയൊരു കമ്പ് കൊണ്ട് ആ മണ്ണിനെ ഇളക്കി അങ്ങ് നടത്തില്ല, അല്ലെ? നമ്മൾ എന്തെങ്കിലും തൂമ്പ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് നല്ലൊരു കുഴി എടുത്തിട്ടാണ് നാം ഒരു തൈ നടുന്നത്. എന്തുകൊണ്ടെന്ന് അറിയാമോ? അതെങ്കിൽ മാത്രമേ ആഴത്തിൽ അതിന്റെ വേര് ചെന്നിട്ട് അത് നല്ലപോലെ വളരുകയും ഫലം കായ്ക്കുകയും ചെയ്യത്തുള്ളൂ. അത് മാത്രമല്ല, നല്ലപോലെ ആഴത്തില് നാം ഈ തൈ അല്ലെങ്കിൽ ചെടിയെ നട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് നാം മണ്ണിട്ട് മൂടി, പിന്നെ നമ്മൾ അതിൽ വെള്ളം ഒഴിക്കുന്നു, ദിവസവും രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കുന്നു, നാം ഇടയ്ക്കിടയ്ക്ക് വളം ഇടുന്നു, ഒന്ന് ഇളക്കി കൊടുക്കുന്നു, അതിന്റെ ചുറ്റുമൊക്കെ വരുന്നതായ ആ പോച്ചയൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞ് ക്ലിയർ ചെയ്യുന്നു. എന്തിനാണെന്നറിയാമോ? അത് നന്നായിട്ട് വളരാൻ വേണ്ടി നാം വളവും വെള്ളവും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നാം കേൾക്കുന്ന ഓരോ ദിവസവും നാം കേൾക്കുന്ന ദൈവവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് നാം ഒന്ന് പാകപ്പെടുത്തി കൊടുക്കണം. ആമേൻ. മറ്റെല്ലാ ചിന്തകളെ ഒന്ന് മാറ്റി നമ്മുടെ ഹൃദയത്തെ നാം ഒന്ന് പാകപ്പെടുത്തി കഴിഞ്ഞാൽ ആമേൻ, കേൾക്കുന്ന വചനം ആമേൻ അതിന്റെ വേരുകൾ നന്നായിട്ട് വളരുവാനായിട്ട് ഇടയായി തരും. അതിനോടൊപ്പം തന്നെ ആമേൻ പ്രാർത്ഥന എന്ന വളം അല്ലെങ്കിൽ വിശ്വാസം എന്ന വളമൊക്കെ നമ്മളിങ്ങനെ തുടർന്ന് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തേ പറയാമോ, അത് പെട്ടെന്ന് വളരുകയും അതിൽ നിന്ന് വളരെ മനോഹരമായ ഫലങ്ങൾ ആമേൻ കായ്ക്കുവാനും അത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായി തരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുന്ന വചനം, ആമേൻ ഹല്ലേലൂയ, അത് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടി നാം കളയാതെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് നാം ഒന്ന് അതിനൊന്ന് ഇറക്കാമെങ്കിൽ ആമേൻ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ ആമേൻ നാം അതിന്റെ കൂടെ നാം ഒന്ന് ആഡ് ചെയ്യാമെങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ ആമേൻ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തീരും. കേട്ട വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വളരുവാൻ തുടങ്ങും. അതിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ മനോഹരമായ ഫലങ്ങൾ, മധുരമുള്ള ഫലങ്ങൾ പുറപ്പെടുവാനായിട്ട് ഇടയായി തീരും. അത് അനേകർക്കൊരു ടേസ്റ്റായി, അനേകർക്ക് അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായി തീരും. അവൻ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനം അവൻ അല്പസമയമാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുത്തൊന്ന് ആരാധിക്കാമെങ്കിൽ സ്തോത്രം ഹാലിൽ വരുന്ന നാളുകൾ വചനത്തിന്റെ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിപ്പാനായിട്ട് ഇടയായി തീരും. എന്നെ ചിന്തിപ്പിച്ച, എന്നെ സന്തോഷിപ്പിച്ച ഒരു വചനം വേഗത്തിൽ വായിച്ച് അതിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ദൈവസ്ഥലിൽ ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ചെന്ന് വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നത്, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ചയാന്ന് തോന്നുന്നു രാത്രിയില് ദേവദാസൻ വചനം ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് നമ്മുടെ റോയ് പാസ്റ്റർ ഈ വചനം ചെറുതായിട്ടൊന്ന് തൊടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് ദൈവം എന്നെ ഉറപ്പിച്ചതാണ്. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഞാൻ എടുത്തു വെച്ച വചനമാണല്ലോ ദേവദാസൻ ഇപ്പോൾ പറയുവാനായിട്ട് ഇടയായി തീർന്നു എന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വചനത്തെ ചിന്തിക്കാം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെയാകും.
നമുക്കറിയാം മരുഭൂമിയെ പറ്റി. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സൂം മീറ്റിങ്ങിൽ ഒത്തിരി പേര് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും ശുശ്രൂഷയിലായിരിക്കുന്നവരൊക്കെയാണ്. അപ്പൊ മരുഭൂമിയെ പറ്റി ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് അത് അറിയുവാനായിട്ട് കഴിയും. മരുഭൂമി എന്ന് പറയുന്നത് ഒരു വരണ്ട സ്ഥലമാണ്. ആമേൻ സ്തോത്രം. വെള്ളമില്ലാത്ത സ്ഥലമാണ്, തണൽ ഒട്ടുമില്ലാത്ത സ്ഥലമാണ്, ഒരു ആശ്രയവുമില്ലാത്ത സ്ഥലമാണ്. അതുപോലെ ചൂട് കാറ്റടിക്കുന്ന സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. അതുപോലെ ആമൻ മണൽക്കാറ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. മണൽക്കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ആൾക്കാർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഉള്ള ഒരു സാഹചര്യമാണ് മരുഭൂമി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ വചനം പറയുന്ന മരുഭൂമിയെ, ആ വരണ്ട നിലത്തെ ആനന്ദമാക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. ആ നിർജ്ജനമായ പ്രദേശം എന്ന് വെച്ചാൽ അവൻ ഒരു നന്മയും ഇല്ലാത്ത, ഒരു ആൾക്കാരില്ലാത്ത, അവൻ ഒരു ആശ്വാസമില്ലാത്ത, ഒരു നിർജ്ജനമായി ഒരു നന്മയും ഇല്ലാത്ത ആ മരുഭൂമി, ആമേൻ അതിനെ അവൻ പരുനീർ പുഷ്പം പോലെ ആക്കുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി പോകുന്നവരുണ്ടോ? ഈ നിർജ്ജനമായ അവസ്ഥയിൽ കൂടി, ശൂന്യമായ അവസ്ഥയിൽ കൂടി, അവൻ ഒന്നുമില്ലാതെ, അവൻ സ്തോത്രം, ഒരു വരണ്ട അനുഭവത്തിൽ കൂടി പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് പകൽക്കാല വചനത്തിൽ കൂടി പറയട്ടെ, നിങ്ങളുടെ വരണ്ട അവസ്ഥയെ മാറ്റുവാൻ, ആ മരുഭൂമി പോലുള്ള അവസ്ഥയെ മാറ്റുവാൻ, ആമൻ നിർജ്ജനമായ അവസ്ഥയെ മാറ്റി അവൻ പനിനീർ പുഷ്പം പോലെ പൂക്കുവാൻ, അവൻ ഹല്ലേലൂയ, അവൻ അതൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. പലപ്പോഴും നാം ചോദിക്കാറുണ്ട്, കർത്താവേ എന്താ ഈ മരുഭൂമി? ഞാൻ ഒരു കാലത്ത് ചോദിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ബിസിനസ് ഒക്കെ നഷ്ടപ്പെട്ട് ഞങ്ങൾ കുടുംബമായി ദൈവത്തിലേക്ക് ഇറങ്ങി, ആരെയും ആശ്രയമില്ലാതെ, ആരുടെ സഹായമില്ലാതെ, ഒരു ആശ്വാസ വാക്ക് പോലും പറയുവാനില്ലാതെ പലപ്പോഴും ദൈവസ്ഥലം ഞങ്ങൾ ചോദിച്ച അനുഭവങ്ങളുണ്ട്. കർത്താവേ എന്താ ഈ മരുഭൂമിയിൽ? എല്ലാം വിട്ട് ഞങ്ങൾ ഇറങ്ങിയില്ലേ? എന്താ ഈ മരുഭൂമിയിലെ അവസ്ഥകൾ? എന്നെ പോലെ എത്രയോ ഇതിനകത്തിരിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ചോദിച്ച കാര്യമാണ്. എന്നാൽ ഒന്ന് ഞാൻ പറയട്ടെ, മരുഭൂമിയുടെ അവസ്ഥ നമ്മെ തകർത്ത് കളയുവാനല്ല കേട്ടോ. ആമേൻ സ്തോത്രം. നമ്മെ ഉടച്ചു കളയുവാനൊന്നും അല്ല. ആമേൻ ദൈവത്തിന് നമ്മോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നുമല്ല ഈ മരുഭൂമിയുടെ അവസ്ഥ വരുന്നത്. മറിച്ച് ആമേൻ നമ്മെ പണിയേണ്ടതിനാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ പണിതെടുക്കുവാൻ, ആമേൻ ദൈവിക ദൗത്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകണമെങ്കിൽ, ചില ദൗത്യങ്ങൾ ദൈവം നമ്മിൽ ഏൽപ്പിക്കണമെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്കൊരു വാക്യം ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം അതിന്റെ ആമേൻ 3-ാം അധ്യായം, ആമേൻ 3-ാം അധ്യായം 1 മുതൽ നാം വായിക്കുമ്പോൾ, അതിന്റെ 2 മുതൽ നാം വായിക്കുമ്പോൾ, അതിന്റെ 2-ന്റെ 11 മുതലൊക്കെ നാം താപ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് മോശ എന്നൊരു മനുഷ്യനെ അറിയാനായിട്ട് കഴിയും. ആമേൻ സ്തോത്രം. മോശ മിസ്രൈമില് ഫറവോന്റെ മകളുടെ മകനായിട്ട് അവൻ വളർന്നു വരുമ്പോൾ, ആമേൻ സ്തോത്രം, ഹാലേലു, അവിടെ നമ്മൾ കാണുന്നത് ആമേൻ മോശ ഒരു കൊലപാതകനാകുന്ന ഒരു സാഹചര്യം നമുക്ക് അതിന്റെ 12 മുതൽ 2-ന്റെ 12 മുതൽ താപ്പോട്ട് വായിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, ഒരു മിസ്രൈമിനെ കൊന്നത് മുഖാന്തരം ആമേൻ മോശ ആമേൻ ആ മിസ്രൈം വിട്ട് ഓടുന്ന ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അവിടുന്ന് ഓടി ആമേൻ മോശ എവിടെ എത്തിയെന്നറിയാമോ? മിദ്യാനയിലെത്തി. മിദ്യാനയില് ഒരു പുരോഹിതന്റെ മകളെ പിന്നെ വിവാഹം കഴിപ്പിച്ച് പിന്നെ ഉള്ള 40 വർഷം, അതിന്റെ 3-ാം അധ്യായം തൊട്ട് തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, പിന്നെ ഉള്ള 40 വർഷം ആമേൻ ഈ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ കടന്നു പോകുന്ന മരുഭൂമി ആയിരുന്നു പിന്നെ അങ്ങോട്ടുള്ള മോശയുടെ 40 വർഷത്തെ ജീവിതം എന്ന് പറയുന്നത്. അതിന്റെ 3-ാം അധ്യായം നാം വായിച്ചു വിടുമ്പോൾ അവിടെ പറയുന്നത്, ആമേൻ സ്തോത്രം, മരുഭൂമി മോശ ഇങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ട് ആമേൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ആമേൻ മരുഭൂമിക്ക് അപ്പുറത്തുള്ള ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. ആമേൻ സ്തോത്രം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ. മോശ തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ച്, നമുക്കറിയാം മരുഭൂമിയില് വരണ്ട സ്ഥലമാണ്, അവിടെ പോച്ചയും മരങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. എന്നാൽ ഈ ആടുകളെ മേയിച്ച് നല്ലൊരു മേച്ചൽപ്പുറം ഉണ്ട് എന്ന് കരുതി ആമൻ ഈ പർവ്വതത്തിൽ, യഹോവയുടെ പർവ്വതത്തില് മോശ എത്തുമ്പോൾ അവിടെ മോശ കണ്ട കാര്യം എന്തെന്നറിയാമോ? ആമൻ ഒരു മുൾപടർപ്പ് കത്തുന്നതാണ് മോശ കണ്ടത്. അതെന്തെന്നറിയുവാനായിട്ട് ഇപ്പൊ നമുക്കാണെങ്കിലും ഒരു ആകാംക്ഷ തോന്നും. ആമേൻ സ്തോത്രം. ഒരു മുൾച്ചെടി ഒരു ചെടി കത്തുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അതിശയം, കാരണം അത് അസാധ്യമായ സംഭവിക്കാത്തൊരു കാര്യമാണ്. എന്നാൽ ഇത് അവന് ആശ്ചര്യം തോന്നിയിട്ട് അതെന്തെന്ന് അറിയുവാനായിട്ട് മോശ അങ്ങോട്ട് അടുക്കുമ്പോൾ ഹാലയില് പെട്ടെന്ന് ദൈവത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുകയാണ്. ആമേൻ ഒറ്റ വിളി, അതെ മോശേ മോശേ, ആമേൻ നീ ഇങ്ങോട്ട് അടുക്കരുത്, ആമേൻ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ആടുകളുമായിട്ട് മേയ്പ്പാനിറങ്ങിയ ആമേൻ മോശ യഹോവയുടെ പർവ്വതത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ച, ആമേൻ ഒരു മുൾപടർപ്പ് കത്തുകയാണ്. അതെന്തെന്ന് അറിയുവാനായിട്ട്
മോശന്റെ അടുക്കിലേക്ക് ആകാംക്ഷയോടെ കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്, മോശേ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളകാം. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്തുകൊണ്ടാ ആമേൻ ദൈവം അങ്ങനെ മോശയോട് പറഞ്ഞത്? ആമേൻ, ഹാലെ നമ്മള് ആമേൻ അപ്പോസ്തല പ്രവൃത്തി 7:22 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. മോശ ആമേൻ മിസ്രയീമില് ആമേൻ സ്തോത്രം ഹാലേലുയ ആമേൻ ഹാലേലൂയ മിസ്രയീമ്യരുടെ ജ്ഞാനം അഭ്യസിച്ചവനായിരുന്നു, വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ സമർത്ഥനായിരുന്നു മോശ. അപ്പോൾ മിസ്രയീമിലെ ഒരു പാരമ്പര്യം, ആമേൻ മിസ്രയീമിന്റെ ഒരു ജ്ഞാനം, മിസ്രയീമിന്റെ ഒരു സ്വഭാവം നമുക്കറിയാം. മോശ ഒരു മിസ്രയീമിനെ കൊന്നത് ഒറ്റ അടിയുണ്ടാ അല്ല, ഒറ്റ അടി അടിച്ചിട്ട് മിസ്രയീമിനെ കൊന്നു. അപ്പൊ മോശയുടെ ആ ഒരു കോപ സ്വഭാവം എത്രത്തോളമായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സ്വഭാവമുള്ള വ്യക്തി നമ്മൾ അയ്യോ നല്ല സൽസ്വഭാവിയാ, നല്ല മനുഷ്യനാ നമ്മൾ ആരെങ്കിലും പറയോ? നമ്മൾ ആരും പറയത്തില്ല. അപ്രകാരമുള്ള ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനെ നമ്മൾ ക്രൂര സ്വഭാവം എന്നേ നമ്മൾ പറയത്തുള്ളൂ, നല്ല സ്വഭാവം നമ്മൾ പറയത്തില്ല. അപ്പൊ അത്രയ്ക്ക് ഒരു കോപമുള്ള ഒരു മനുഷ്യനായിരുന്നു മോശ എന്ന് പറയുന്നത്. എന്നാൽ ഈ മരുഭൂമിയില് ആമേൻ മോശ ദൈവം നടത്തിക്കൊണ്ട് വന്ന എന്തിനെന്നറിയാമോ? ചില ദൈവഹിതമില്ലാത്ത സ്വഭാവങ്ങൾ, ആമേൻ ഹാലേലുയ, ചില ആമേൻ കോപ സ്വഭാവം, അതിൻ്റെതായ ആമേൻ ഹാലേലുയ പാപ സ്വഭാവങ്ങള്, അല്ലെങ്കിൽ ആമേൻ ഹാലേലു ഞാന് ആമേൻ ഹാലെ ഫറവോന്റെ മകളുടെ മകനായിരുന്നു എന്നുള്ള ആമേൻ ഹാലെ ഒരു ചിന്തകൾ, അല്ലെങ്കിൽ അവിടെ ആയിരുന്ന ഒരു ആഡംബര ജീവിതങ്ങൾ, ആമേൻ എല്ലാ സുഖ സൗകര്യങ്ങളോട് ജീവിച്ച ഒരു അനുഭവം, ഇതൊക്കെ ആമേൻ സ്തോത്രം ദൈവത്തിന് മോശയിൽ നിന്ന് മാറ്റിക്കളയേണ്ടതായിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, നാം പാരമ്പര്യങ്ങൾ വന്നവരാകാം, എന്നാൽ നമ്മെ പിൻപറ്റുന്ന ചില സ്വഭാവങ്ങളുണ്ട് കേട്ടോ. ആമേൻ, ഇവിടെ മോശ ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ കൊന്നത് അവന്റെ കോപ സ്വഭാവമായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലില്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അവർ ഒന്ന് പറഞ്ഞാൽ നമുക്ക് 5 പറയുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലില്ലേ? എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ കൈനീട്ടുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലില്ലേ? അവൻ ആരെങ്കിലും പറ്റി 10 വാക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല, അങ്ങനെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം ചില സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് മാറേണ്ടതിനാ ചില മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി നാം കടന്നു പോകുന്നത്. ഇന്ന് പകൽക്കാലം ആരെങ്കിലും കരയുന്നുണ്ടോ? ആ ചൂടേറിയ അനുഭവത്തിൽ കർത്താവേ എനിക്ക് എന്തിനീ ചൂടേറിയ അനുഭവം തന്നു, എന്നെ ഒന്ന് സഹായിക്കുവാൻ ഈ ഒരു മരുഭൂമിയുടെ അവസ്ഥയില് എന്നെ സഹായിക്കുവാൻ ആരുമില്ലല്ലോ, ഈ മരുഭൂമിയുടെ അവസ്ഥയില് എനിക്കൊരു തണല് തരുവാൻ ആരുമില്ലല്ലോ, ഈ മരുഭൂമിയുടെ അവസ്ഥയില് ഒരു ആശ്വാസ വാക്ക് തരുവാൻ എനിക്ക് ആരുമില്ലല്ലോ. ആമേൻ, എന്നും പ്രതികൂലങ്ങളാണല്ലോ, എന്നും ആമേൻ കൈപ്പേറിയ അനുഭവങ്ങളാണല്ലോ, എപ്പോഴും ഞാൻ ഒറ്റപ്പെട്ട അനുഭവം, എല്ലാവരും എന്നെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങളാണല്ലോ എന്നിന്ന് പകൽക്കാലം ആരെങ്കിലും പറഞ്ഞുകൊണ്ട് ഇതിനകത്തായിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. മരുഭൂമി നിങ്ങൾക്ക് തന്നത് എന്തിനാണെന്നറിയാമോ? ചിലത് ദൈവത്തിന് നിങ്ങളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ, ചില ദൈവത്തിന് ഹിതമില്ലാത്ത ചില സ്വഭാവങ്ങള്, ചില ചെരുപ്പുകൾ നിങ്ങളിൽ നിന്ന് അഴിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. ഒരു വലിയ ദൗത്യത്തിലേക്ക് ദൈവത്തിന് നിങ്ങളെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേരാ വിശ്വസിക്കുന്നത്? ഒന്ന് കരങ്ങളിലോട്ട് ദൈവത്തെ സ്തുതിക്കാമോ? കർത്താവേ, ഞാനത് ഏറ്റെടുക്കുകയാ, ആമേൻ, ഞാനത് ഏറ്റെടുക്കുകയാ, ഞാനത് ഏറ്റെടുക്കുകയാ. കാരണം ഈ പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിലും ഒത്തിരി കുറവുകൾ ഉണ്ടായിരുന്നു. ആരോടും അധികം അടുക്കാത്തൊരു സ്വഭാവമായിരുന്നു ഞാൻ. ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്തും ആമേൻ ഇവിടെ പാസ്റ്ററെ സംബന്ധിച്ച് എല്ലാവരോടും നല്ലതായി സഹകരിക്കും. പക്ഷേ ആമേൻ എന്റെ സ്വഭാവം ആരോടും പെട്ടെന്ന് ഞാൻ അടുക്കാറില്ല, പെട്ടെന്ന് ആരോടും ഞാൻ സംസാരിക്കാറില്ല. പലപ്പോഴും ഞാൻ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഞാൻ മാറി നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ദൈവത്തിന്റെ സ്ഥലം ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ, കർത്താവേ ഞാൻ അങ്ങനെ വേല ചെയ്യുന്നതാണ്, ഈ സ്വഭാവം കൊണ്ട് എനിക്ക് ദൈവവേല ചെയ്യുവാൻ കഴിയില്ല എന്ന് എന്റെ ദൈവത്തിന്റെ സ്ഥലം ഞാൻ കരയുവാൻ തുടങ്ങിയപ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്റെ കർത്താവ് എന്നെ പണിയുവാനായിട്ട് തുടങ്ങി. ആമേൻ ഹാലേലൂയ. എങ്ങനെ മറ്റുള്ളവരോട് ഇടപെടണം, ഒരു വിശ്വാസിയോട് എങ്ങനെ സംസാരിക്കണം, കുടുംബത്തിലുള്ളവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എന്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചത് ഒത്തിരി മരുഭൂമിയുടെ അവസ്ഥയിലാ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്നെ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തുകൊണ്ട് ആദ്യം ഒരു ആമേൻ സ്തോത്രം ഹാല വലിയ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ വലിയൊരു ആർഭാട ജീവിതത്തിലോട്ട് ഒന്നുമല്ല ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്. ആദ്യം ദൈവം ഒരു പൈതലിനെ വിളിച്ചു വേർതിരിച്ചാൽ ആദ്യം അവനെ നടത്തുന്നത് മരുഭൂമിയിലാ. അവൻ ഇവിടെ മോശയോട് ദൈവം പറയുകയാണ്, നിന്റെ കാലിലെ ചെരുപ്പഴിച്ചുകളാ. ഇന്ന് പകൽക്കാലം ചില വ്യക്തി ജീവിതങ്ങളോട് കഴിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ആ ചെരുപ്പ് അഴിച്ചു. കോപമെന്ന ആ ചെരുപ്പ, അവൻ സ്വാർത്ഥതകള്, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കഴിയാത്തത്, നമ്മുടെ അമ്മായിയമ്മയെ സ്നേഹിപ്പാൻ കഴിയാത്തത്, നമ്മുടെ മരുമക്കളെ സ്നേഹിപ്പാൻ കഴിയാത്തത്, നമ്മുടെ ഭാര്യയെ സ്നേഹിപ്പാൻ കഴിയാത്തത്, കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ കഴിയാത്തത്, ഭർത്താവിനെ സ്നേഹിപ്പാൻ കഴിയാത്തത്, നമ്മുടെ അയൽവക്കക്കാരെ സ്നേഹിപ്പാൻ കഴിയാത്തത്, എന്താണ് നമ്മുടെ ജീവിതത്തില് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ സ്വഭാവങ്ങള് ഇന്ന് പകൽക്കാലം ഒന്ന് അടിച്ചു മാറ്റാമെങ്കിൽ ദൈവം നിന്നെ പണിയും, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ആലോചന പറയുകയാ. അർത്ഥന രഗനക ശന്തൽ പ്രൗഢവരഗസി റീഖവാന വൈഡ രഗരഗരഗസ്യ
ഇവിടെ ആമേൻ സ്തോത്രം. കാരണം മിസ്രൈമിൽ വെച്ച് മിസ്രൈമിൽ നിന്ന് വന്നതാ മോശ. മിസ്രൈമിന്റെ സകല ആചാരങ്ങളും സകല സ്വഭാവങ്ങളും സകല കോപങ്ങളും മോശയിലുണ്ട്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് മിസ്രൈമിന്റെ യാതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് നിന്നെ പണിയണമെങ്കിൽ, ചില ദൗത്യങ്ങൾ നിന്നെ ഏൽപ്പിക്കണമെങ്കിൽ ഈ മിസ്രൈമിന്റെ സ്വഭാവം വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല മോശേ. നീ അതൊന്ന് അഴിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ഇന്നെനിക്ക് നിന്നെ പണിയുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാനൊന്ന് പറയട്ടെ, ദൈവം അഴിച്ചു കളയുമെന്ന് പറഞ്ഞ് നീയും ഞാനും ഇരിക്കരുത്. നാം ഒന്ന് അഴിച്ചു കളയാമെങ്കിൽ, നാം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമെങ്കിൽ, നാം ദിവസം ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവം പണിയുന്ന പകൽക്കാലമാ. ഇന്ന് പകൽക്കാലം ചിലർ ദൈവം ഉടച്ചു വാർത്തെടുക്കുന്ന പകൽക്കാലമാണ്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുകയാ. തുടർന്ന് നാം ചിന്തിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം 40 വർഷം ദൈവം മോശയെ പണിത് കൊണ്ടുവന്നു. ദൈവം മോശയോട് പറയുകയാണ്, മോശയെ എനിക്ക് നിന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കുവാനുണ്ട്. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? ഈ മരുഭൂമിയിൽ കൂടി നിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത്, ഈ ചൂടേറിയ അനുഭവത്തിൽ കൂടി എന്തിനു കൊണ്ടുവന്നത്? സുഖ സൗകര്യങ്ങളൊക്കെ ഹല്ലേലൂയ നിന്നിൽ നിന്ന് അകറ്റി നിന്നെ ഇവിടെ കൊണ്ടുവന്ന എന്തിനാണെന്നറിയാമോ? എന്റെ ജനം മിസ്രൈമിൽ കിടന്ന് നിലവിളിക്കുകയാണ്. ഒരു വിടുതലിന് വേണ്ടി, ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു സമാധാനത്തിന് വേണ്ടി എന്റെ ജനം മിസ്രൈമിൽ കിടന്ന് നിലവിളിക്കുകയാണ്. ആ ജനത്തെ പാലും തേനും ഒഴുക്കുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാ. അങ്ങനെ ഒരു ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാ. ഇന്ന് പകൽക്കാലം ഒന്ന് ഓർക്കണമേ, മരുഭൂമിയുടെ അവസ്ഥയിൽ നാം പിറുപിറുക്കരുത് കേട്ടോ. എന്തിനാ മരുഭൂമിയുടെ അവസ്ഥ? ദൈവം നമ്മെ പണിയാനാ, ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കാനാ. മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, തകർന്നു പോകുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുക, എന്റെ ദൈവം എന്നെ പണിയുകയാ. നമുക്കറിയാം, ഒരു കുശവൻ എങ്ങനെയാണോ മണ്ണെടുത്ത് അതിനെ ചവിട്ടി കുഴച്ച് അതിനെ പാകപ്പെടുത്തി എത്രത്തോളം അതിനെ തീയിൽ വെച്ചൊക്കെ അതിനെ റെഡിയാക്കി ഒരു മനോഹരമായ ഒരു പാത്രമായി അനേക ഷോപ്പുകളിൽ എത്തിക്കുന്നത് പോലെ ദൈവം നമ്മെ തീയിൽ കൂടി കൊണ്ടുപോകും. നമുക്ക് സഹിപ്പാൻ കഴിയാത്ത അനുഭവത്തിൽ കൂടെ കൊണ്ടുപോകും. ചവിട്ടി കുഴയ്ക്കുന്ന വേദനിപ്പിക്കുന്ന അനുഭവത്തിൽ കൂടെ ഒക്കെ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത് അത് തകർന്നു പോകുവാനല്ല, നമ്മെ നശിപ്പിച്ച് കളയുവാനല്ല, മറിച്ച് അനേകർക്ക് പ്രയോജനമുള്ള, അനേകർക്ക് ഇഷ്ടം തോന്നുന്ന, അനേകർക്ക് ആശ്വാസം കൊടുക്കുന്ന, അനേകർക്ക് ആനന്ദം കൊടുക്കുന്ന ഒരു ഉപകരണമാക്കി നമ്മെ പണിതെടുക്കാനാ. പ്രിയ ദൈവമക്കളെ, എന്റെ ജീവിതത്തിൽ കൂടി ഞാൻ പഠിച്ചൊരു പാഠം എന്തെന്നറിയാമോ? എന്റെ കഷ്ടതയിൽ, എന്റെ മരുഭൂമിയില അന്ന് ഞാൻ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോയത് ഇന്ന് എന്റെ ജീവിതത്തിൽ നല്ലതാണ്. കാരണം എന്റെ പല സഹോദരിമാരും വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്റെ ചർച്ചിലെ തന്നെ സഹോദരിമാരെടുത്ത് അവരുടെ പ്രതികൂല ഘട്ടങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, എന്റെ അനുഭവം ഞാൻ പറയുമ്പോൾ അവർ പറയും, സിസ്റ്റർ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കഷ്ടങ്ങൾ കൂടി വന്നത് വെറുതെ അല്ല, അനേകരെ ആശ്വസിപ്പിക്കാനാണ്. കഷ്ടങ്ങൾ കൂടി വരാത്ത നമുക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തിയെ അവരുടെ അനുഭവങ്ങൾ, ഇപ്പൊ കടഭാരമാണോ, ഇപ്പൊ രോഗങ്ങളാണോ, ആ സിസ്റ്റർ ദൈവം എന്നെ ബലപ്പെടുത്തി, ഇന്ന രോഗം എനിക്കുണ്ടായിരുന്നു, ദൈവം എന്നെ സൗഖ്യമാക്കിയെന്ന് ഞാൻ സാക്ഷ്യം പറയണമെങ്കിൽ ആ ഒരു അവസ്ഥയിൽ കൂടി ഞാൻ കടന്നുപോയെങ്കിൽ മാത്രമേ അതുപോലുള്ള രോഗമുള്ളവരുടെ അവസ്ഥയെ എനിക്കത് കാണുവാനും എനിക്ക് അവരുടെ അവസ്ഥയെ ഒന്ന് അറിയുവാനും കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുപോകുന്നതില്ല. അത് രോഗമാകാം, സാമ്പത്തിക വിഷയങ്ങളാകാം, കുടുംബത്തിന്റെ അകത്തുള്ള വിഷയങ്ങളാകാം, ഒറ്റപ്പെട്ട ഏത് സാഹചര്യമാകാം, ഏത് മരുഭൂമിയുടെ അവസ്ഥയുമാകട്ടെ, ദൈവം നമ്മെ അതിൽ കൂടെ കടത്തിവിടുന്ന എന്തെന്നറിയാമോ? ഒരു നല്ലൊരു ഉപകരണമായി നാം പുറത്തു വരണം. അനേകർക്ക് കൊള്ളാകുന്നവരായി നാം ഒന്ന് തെളിഞ്ഞു വരണം. അനേകരെ ക്രിസ്തുവിലേക്ക് നാം ആദായപ്പെടുത്തുവാൻ, അനേക ബന്ധിക്കപ്പെട്ടവരെ ദൈവസ്ഥനിലേക്ക് നാം കൊണ്ടുവരുവാൻ, ഒരു ദൗത്യമായി കടന്നു വരുവാനാണ് ദൈവ കഷ്ടത്തിൽ കൂടി നമ്മെ കൊണ്ടുവരുന്നത്. ഇവിടെ മോശയോട് പറയുകയാണ്, അതിന്റെ 3:10 പറയുന്നത്, ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. അപ്പോൾ എന്തിനാണെന്നറിയാമോ? ഈ 40 വർഷം ഈ ചൂടേറിയ അനുഭവത്തിൽ കൂടി കൊണ്ടുവന്നത് ഹല്ലേലൂയ ഒന്നും രണ്ടും ആൾക്കാരെ അല്ല, ലക്ഷം ജനങ്ങളെ നയിക്കുവാൻ അവന് ക്ഷമ വേണം. ഒറ്റയടിക്ക് മിസ്രൈമിനെ കൊന്ന മോശ അതേപടി ദൈവോടുത്ത് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ ദൗത്യത്തിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഒരു വ്യക്തി പോലും കാണത്തില്ല. കാരണം അവരുടെ ഈ സ്വഭാവം വെറുവെറുപ്പും വെച്ച് മോശ എല്ലാത്തിനും അടിച്ചു കൊല്ലേണ്ടതാ.
ആമേൻ സ്തോത്രം. എന്നാൽ ദൈവത്തിന് അറിയാം ഈ സ്വഭാവത്തെ മാറ്റിയെങ്കിലേ അവന് ജനത്തെ നയിപ്പാൻ കഴിയത്തുള്ളൂ എന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആമേൻ നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി ഒരു അനുഗ്രഹമാണ്. പ്രിയതേ മക്കളെ, മരുഭൂമിയുടെ അവസ്ഥയിൽ നാം ഒറ്റയ്ക്ക് ഇന്ന് ചിന്തിക്കരുത് കേട്ടോ. മരുഭൂമിയുടെ അവസ്ഥയിൽ നമുക്ക് ആരുമില്ല സഹായിപ്പാൻ, നമ്മുടെ അപ്പനോ അമ്മയോ ആരുമില്ല, അല്ലെങ്കിൽ ദൈവം പോലും ഇല്ല എന്ന് ചിന്തിക്കരുത്. നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഉൽപ്പത്തി 16:7 ഒന്ന് വായിക്കാമോ പെട്ടെന്ന്? ആമേൻ സ്തോത്രം. ഉൽപ്പത്തി 16:7. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ, ഞാൻ എന്റെ യജമാനത്തി സാറായി വിട്ട് ഓടിപ്പോകുകയാവുന്നു എന്ന് പറഞ്ഞു. 13 വായിക്കാമോ? 13ാമത്തെ വാക്യം വായിക്കാമോ? എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ആമേൻ സ്തോത്രം. നമുക്ക് ആമേൻ ഈ വാക്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ആമേൻ സ്തോത്രം. ആ ഹാഗാറിന്റെ ദാസിയ സാറായുടെ ദാസിയാണ് ഹാഗാർ എന്ന് പറയുന്നത്. ഒരു സാഹചര്യത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ സാറ ആമേൻ കഠിനമായ ആമേൻ ഹല്ലേലൂയ പ്രശ്നങ്ങൾ അവളോട് തുടങ്ങിയപ്പോൾ, കാരണം അതിന് കാരണമുണ്ട്. അത് അതിന്റെ മുമ്പിലോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിന്റെ 4 പറയുന്നത്, താൻ ഗർഭം ധരിച്ചു എന്ന് കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിൽ നിന്ന്. കാരണം സാറായിക്ക് മക്കളില്ല, എന്നാൽ ഹാഗാറിന് ആമൻ കുഞ്ഞ് ഉദരത്തിൽ ഉരുവായി. ഇതറിഞ്ഞപ്പോൾ തന്നെ ആമൻ ഹാഗാറിന്റെ കണ്ണില് തന്റെ യജമാനത്തി, മക്കളില്ലാത്ത യജമാനത്തി ഒരു നിന്ദയായി തീർന്നു. ആമൻ ഇത് മനസ്സിലാക്കിയ സാറായിക്ക് അവൾക്ക് അത് ദുഃഖം സഹിപ്പാൻ വയ്യാതെ അവൾ അബ്രഹാമിനോട് വന്ന് കാര്യം പറയുമ്പോൾ അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിന്റെ ദാസിയല്ലേ, നിന്റെ കയ്യിലിരിക്കുക, നിന്റെ ഇഷ്ടം പോലെ അവളോട് ആമൻ ചെയ്യുവാനായിട്ട് പറഞ്ഞു. തുടർന്ന് നമ്മൾ അതിന്റെ 6ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ ആമൻ ഹല്ലേലൂയ സാറ ഹാഗാറിനോട് കാഠിന്യം തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ഹാഗാർ ആമൻ ഇതിന്റെ ഉദരത്തിൽ കുഞ്ഞു കിടക്കുകയാണ്. ഹാഗാർ നേരെ ഓടിയത് എവിടെയാ? മരുഭൂമിയിലാ. അവൾ ചിന്തിച്ചു, ഈ മരുഭൂമിയിൽ എന്നെ കാണുന്നവർ ആരുമില്ല, എന്റെ യജമാനനും എന്റെ യജമാനത്തെയും എന്നെ ഇറക്കി വിട്ടു. ആമൻ ഹല്ലേലൂയ എന്റെ യജമാനത്തെ എന്നെ ഇറക്കി വിട്ടു, എന്റെ യജമാനത്തെ എന്നെ ആമൻ കഠിനമായി എന്നോട് പെരുമാറി, ഇനി എനിക്ക് ആരുമില്ല, എന്നെ കാണുന്നവൻ ആരുമില്ല എന്ന് കരുതി അവൾ മരുഭൂമിയിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ ഇതാ ദൈവത്തിന്റെ ആമൻ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഹാഗാറേ, ആമൻ നീ എവിടെ നിന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു? കർത്താവിന് അറിയില്ലേ? ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് അറിയില്ലേ ഹാഗാർ എവിടെ നിന്നാ എങ്ങോട്ടാ വരുന്നതെന്ന്? ആമേൻ ഹല്ലേലൂയ. അവൾ പറയുകയാണ്, ഞാൻ എന്റെ യജമാനത്തിന്റെ അടുക്കിലേക്ക് പോകുകയാണ്. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനമാണ്, ഒരു വാക്കാണ് അതിന്റെ 13. എന്നാറെ അവൾ, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഞാനൊന്ന് പറയട്ടെ, എന്തിനാ നമുക്ക് ഈ മരുഭൂമിയുടെ അവസ്ഥ എന്നറിയാമോ? നമ്മെ കാണുന്നവനെ ഒന്ന് കാണുവാൻ. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇയ്യോബ് 42-ാം അധ്യായത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ കാണുന്നു. എപ്പോഴാ കണ്ണാൽ കാണുന്നു എന്ന് പറഞ്ഞത്? ആമേൻ എല്ലാം ഉള്ള സമയത്തല്ല, സകലതും നഷ്ടപ്പെട്ട ആമേൻ ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോയപ്പോൾ, സ്വന്തം ഭാര്യ പോലും നീ പോ ചാകെന്ന് പറഞ്ഞ ആമേൻ തള്ളി മാറ്റിയപ്പോൾ, ആശ്വസിപ്പിക്കുവാൻ വന്ന സ്നേഹിതർ പോലും ആമേൻ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുവാൻ തുടങ്ങിയപ്പോൾ, ശരീരം മൊത്തം ആമേൻ വ്രണങ്ങളാൽ നിറഞ്ഞപ്പോൾ, സകലതും തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടപ്പോൾ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഇയ്യോബിന് പറയുവാൻ കഴിയും, എന്റെ സുഖകാലത്ത് ഞാൻ എന്റെ ദൈവത്തെ കണ്ടില്ല, എന്നാൽ എന്റെ ഈ വേദനയുടെ കാലത്ത് എന്റെ കണ്ണാൽ ഞാൻ കണ്ടു. ആമേൻ ഞാൻ അവനെ കുറിച്ച്, ഞാൻ എന്റെ ദൈവത്തെ കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, എന്നാൽ എന്റെ ഈ മരുഭൂമി യാത്രയില്, എന്റെ കഷ്ടതയുടെ യാത്രയില് ആമേൻ എന്റെ കണ്ണവനെ കണ്ടു. ഇന്ന് പകൽക്കാലം ഞാനൊന്ന് പറയട്ടെ, കഷ്ടത എന്തിനാണെന്നറിയാമോ? ദൈവത്തെ ഒന്ന് കാണാനാ, ആമേൻ ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാനാ, ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് അനുഭവിക്കാനാ. ഇവിടെ ഇതാ ആമേൻ സാറയുടെ ദാസിയായ ഹാഗാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കാണുന്നവരെ ഞാൻ ഇവിടെയും കണ്ടുവോ. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, മരുഭൂമിയുടെ യാത്രയിൽ നാം ഒറ്റയ്ക്കാന്ന് ഇനി ആരും പറയരുത് കേട്ടോ. ആമേൻ പറയാൻ തോന്നുവാണെങ്കിൽ ഈ വചനമൊക്കെ വായിച്ചോളണം. മരുഭൂമിയുടെ യാത്രയിൽ നാം ഒറ്റയ്ക്കല്ല, നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവമുണ്ട്. ആമേൻ നാം ഏത് അവസ്ഥയാണെന്ന് നാം പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ അവൻ ഹാഗാർ പറയുകയാണ്, എന്നെ കാണുന്നവനെ ഞാൻ എവിടെയും കണ്ടുവോ എന്ന്. പകൽക്കാലം ഞാൻ ഒന്ന് പറയട്ടെ, എന്താ മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ഒന്ന് നാം പണിയപ്പെടാനാ. എന്തിനാ മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ഒരു വലിയൊരു ദൗത്യം
ദൗത്യം നമ്മെ ഏൽപ്പിക്കേണ്ടതിനാ. എന്തിനാ മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നെന്നറിയാമോ? ദൈവത്തെ ഒന്ന് കാണുവാൻ. ദൈവം നമ്മെ കാണുന്നു എന്ന് മനസ്സിലാക്കുവാൻ. ദൈവത്തെ നാം കാണുന്നത് മാത്രമല്ല, ദൈവം നമ്മെ കാണുന്നത് കൂടി മനസ്സിലാക്കുവാനാ പ്രിയ ദൈവമക്കളെ മരുഭൂമിയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇവിടെയൊക്കെ നാം ഒന്ന് ദൈവത്തെ മുറുകെ പിടിക്കാമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൗത്യത്തിൽ നമ്മെ എത്തിക്കും. എന്നാൽ എവിടെയെങ്കിലും നാം വെറുതെ പിന്മാറിയാൽ ആ ദൗത്യത്തിൽ ദൈവത്തിന് നമ്മെ എത്തിപ്പാൻ കഴിയത്തില്ല. വഴിയിൽ വെച്ച് ആ ദൗത്യം അങ്ങ് മുറിഞ്ഞു പോകും കേട്ടോ. ആ ദൗത്യം അങ്ങ് മാറിപ്പോകുവാനിടയായി തീരും. എന്നാൽ ദൈവം നമുക്ക് തരുന്ന മരുഭൂമിയുടെ മുൻപിൽ നാം താഴ്മയോടെ, നാം ക്ഷമയോടെ, കർത്താവ് എന്നിലുള്ള ദുർസ്വഭാവങ്ങള്, എന്നിലുള്ള ജഡ സ്വഭാവങ്ങള്, എന്നിലുള്ള പാപ സ്വഭാവങ്ങള് എല്ലാം ഒന്ന് ഉരുക്കണമേ എന്ന് ഒന്ന് പറഞ്ഞ ദൈവം ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ മോശയെ പണിതതുപോലെ ദൈവം നമ്മയെ പണിതെടുക്കും. വലിയൊരു ദൗത്യം അനേകരെ വിടുവിക്കപ്പെട്ടു കൊണ്ടുവരുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. ഇവിടെ ഹാഗാർ പറയുകയാണ്, എന്നെ കാണുന്നവനെ ഞാൻ എവിടെയും കണ്ടുവോ? ഹല്ലേലൂയ. യോബ് പറയുകയാണ്, ഞാനൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, എന്നാൽ എന്റെ കഷ്ടതയില് എന്റെ കണ്ണാൽ ഞാൻ കാണുന്നു. എത്ര പേർക്കൊന്ന് വിശ്വാസത്തോടെ പറയുവാൻ കരങ്ങളൊന്ന് ഉയർത്തിയാട്ടെ? എത്ര പേർക്കൊന്ന് പറയാൻ കഴിയും, എന്നെ കാണുന്നവൻ എന്നെ എവിടെയും കണ്ടോ? ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എന്റെ ഈ കഷ്ടതയില്, എന്നാൽ ഇപ്പോൾ എന്റെ പ്രയാസത്തില് ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ദൈവത്തെ കാണുവാൻ, എന്റെ ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ എനിക്കിടയായി തീർന്നു എന്ന് എത്ര പേർക്കൊന്ന് പകൽക്കാലം പറയുവാൻ കഴിയും? സ്തോത്രം. 3 മരുഭൂമി എന്തിനാന്നറിയാമോ? ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടുവാൻ. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 21:14 മുതൽ 19 വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ സ്തോത്രം. ഉൽപ്പത്തി 21:14 മുതൽ 19 വരെ അബ്രഹാം എല്ലാം വായിക്കേണ്ട. അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ച് കുട്ടിയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബർഷീബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. ഒത്തിരി സമയം പോകും, മതി, കുഴപ്പമില്ല. ഇവിടെ പറയുന്നത് നമുക്ക് ഈ ഹാഗർ, കാരണം നമ്മൾ 16-ാം അധ്യായത്തിൽ കാണുന്ന ഹാഗർ അന്ന് കയ്യിൽ കുഞ്ഞില്ല, അവൾ ഉദരത്തിലായിരുന്നു കുഞ്ഞ്. ഇപ്പോൾ ഹല്ലേലൂയ, അവളുടെ കയ്യിൽ കുഞ്ഞുമായിട്ട് സ്തോത്രം അവൾ ഇവിടെ പോകുകയാണ്, മരുഭൂമിയിൽ പോകുകയാണ്. അബ്രഹാം ഒരു തുരുത്തി വെള്ളവും അപ്പവും എടുത്ത് അവളുടെ ചുമലിൽ വെച്ച് കൊടുത്തിട്ട്, കുഞ്ഞിനെ കൊടുത്തിട്ട് പറയുകയാണ്, നീ പൊക്കോളാൻ പറയുകയാണ്. സ്തോത്രം. മറ്റൊരിടവും അവൾക്ക് ആശ്രയമില്ല. അവളുടെ ഏക ആശ്രയം, അവളുടെ കരുതലും എല്ലാം ആരായിരുന്നു എന്നറിയാമോ? അബ്രഹാമും സാറായുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ അവരുടെ ആശ്രയം അറ്റ് അവളുടെ കരുതലുകളറ്റ് ആശ്രയമായിരുന്നവരൊക്കെ അവളെ തള്ളി മാറ്റിയപ്പോൾ അവൾ നേരെ കടന്നു പോകുന്ന എവിടെയാണെന്നറിയാമോ? സ്തോത്രം. മരുഭൂമിയില. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്ന, അവൾ പുറപ്പെട്ടു പോയി ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചിലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിട്ട് അവൾ പോയി അതിനെതിരെ ഒരു അൻപിൻപാട് ദൂരത്തിരുന്ന്, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്ക കരയുവാനായിട്ട് തുടങ്ങി. ഇവിടെ ഞാൻ നോക്കിയ മരുഭൂമി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹായിപ്പാൻ ആരുമില്ല, ഒരു തണലില്ല, ഒരാശ്രയം അവക്കില്ല. ഒന്ന് ആശ്വസിപ്പിക്കുവാനൊന്നുമില്ല. സ്തോത്രം. അവളുടെ അബ്രഹാം കൊടുത്തതായ ഒരു തുരുത്തി വെള്ളവും അപ്പവും മരുഭൂമിയിൽ തീർന്നു പോയി. സ്തോത്രം. ഞാൻ ഒന്ന് പറയട്ടെ, മനുഷ്യന്റെ കരുതലുകളെല്ലാം ഒരു തുരുത്തിയിൽ മാത്രമാണ്. ഒന്ന് ചിന്തിക്കണം. ഒരിക്കൽ കൂടെ ഞാൻ ആ ഭാഗം പറയാം. മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ട് ആരും ജീവിക്കരുത് കേട്ടോ. മനുഷ്യർ തരുമെന്ന് പറഞ്ഞ് ആരും ജീവിക്കരുത്. മനുഷ്യർ നമ്മെ കൈക്കൊള്ളുമെന്ന് പറഞ്ഞ് സഹായിക്കും. ഇവിടെ അബ്രഹാം സഹായിച്ചതുപോലെ ഒരു തുരുത്തി വെള്ളം, അല്പം അട, ഇതൊക്കെ ഉള്ളൂ. ഇതിനപ്പുറമായിട്ട് ഒരു മനുഷ്യനും നമ്മെ സഹായിക്കത്തില്ല. എന്നാൽ ഈ ഹാഗാറിന്റെ കയ്യിൽ ഒരു തുരുത്തി വെള്ളം കൊടുത്തു വിട്ടപ്പോൾ അവളെ കാണുന്ന ദൈവം, അവളെ അറിയുന്ന ദൈവം, അവളുടെ നിലവിളി കേട്ട ദൈവം, കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട ദൈവം മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നു കൊടുത്തു. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ മനുഷ്യരുടെ അടുത്തേക്ക് നാം ഓടിയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു തുരുത്തി വെള്ളം മാത്രമാണ്. എന്നാൽ ഹല്ലേലൂയ, ദൈവസ്ഥലിൽ നിന്ന് മുട്ടുമടക്കാമോ? കർത്താവേ, ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ നീ എന്നെ കാണുന്നുണ്ടല്ലോ, ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ നീ എന്നെ അറിയുന്നുണ്ടല്ലോ, ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ എന്നെ താങ്ങുവാൻ ആരുമില്ല, എന്റെ കണ്ണുനീർ കാണുവാൻ ആരുമില്ല എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ഒരു തുരുത്തി വെള്ളമല്ല ദൈവം തരുന്നത്.
മനുഷ്യർ തന്നതുപോലെ, അബ്രഹാം കൊടുത്തു വിട്ടതുപോലെ ഒരു തുരുത്തി വെള്ളമല്ല ദൈവമക്കളെ ദൈവം തരുന്നത്. മരുഭൂമിയിൽ ഒരു ഉറവ. അവൻ ആർക്കും ഗ്രഹിക്കുവാൻ പറ്റാത്തതാ. ആർക്കും ചിന്തിക്കുവാൻ പറ്റാത്തതാ. ആർക്കും അവൻ കരുതുവാൻ പറ്റാത്ത അളവില് ഒരു ഉറവ തുറക്കുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. മരുഭൂമിയിൽ നമ്മെ പണിയുന്നവൻ മാത്രമല്ല, മരുഭൂമിയിൽ നമുക്ക് ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നവൻ മാത്രമല്ല നമ്മുടെ ദൈവം. മരുഭൂമിയിൽ നമ്മെ കാണുന്നവനും അവൻ മാത്രമല്ല നമ്മുടെ ദൈവം, മറിച്ച് മരുഭൂമിയിൽ കരുതുന്ന ദൈവമാണ്. നാളെയെ കുറിച്ച് ഓർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? ആമേൻ. ഇന്ന് ദൈവമക്കളോട് ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ആമേൻ, ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം, ആമേൻ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ വിഷയം, ആമേൻ, അവരുടെ വിദ്യാഭ്യാസ വിഷയം, ഞങ്ങളുടെ ജീവിതം എങ്ങനെയാണ്. ആമേൻ. ഇന്ന് ദൈവമക്കൾ, ഞാൻ ചിന്തിക്കുന്നു കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരിയായിട്ട് ഇന്ന് ദൈവജനം ഏറ്റവും കൂടുതൽ മരുഭൂമിയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ദൈവമക്കൾ ആമേൻ ഹാല മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഒന്ന് ഓർക്കുക, എന്തിനായി മരുഭൂമി തരുന്നത്? ആമേൻ, കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് നിനക്കൊന്ന് വെളിപ്പെടുത്താനാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കരുതുന്ന ദൈവമുണ്ടെന്ന് ആമേൻ നിന്റെ ജീവിതത്തിൽ ഒന്ന് കാണിക്കാനാ മരുഭൂമിയുടെ ഒരവസ്ഥ ദൈവം ഹാല നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാമോ? ആമേൻ, ഹല്ലേലൂയ. മരുഭൂമിയില് ആമേൻ ഹാല അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളമല്ല ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്, ഒരു ഉറവ. ഇവിടെ ഇതാ ഹല്ലേലൂയ, കുഞ്ഞിനെ മാറ്റി കിടത്തിയിട്ട് അവൾ ഒരു സൈഡിൽ നിന്ന് കരയുകയാണ്, കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന്. എന്നാൽ കുഞ്ഞ് കരയുന്ന എന്തിനാന്നറിയാമോ? ദാഹം കൊണ്ട് അവന്റെ തൊണ്ട വറ്റി, അവൻ മരിപ്പാറായി. അവൻ സ്തോത്രം, ആ ഒരു അവസ്ഥയിൽ ബാലൻ നിലവിളിക്കുകയാണ്. അവൻ ബാലന്റെ നിലവിളി കേട്ട ദൈവം, ഹാഗാറിന്റെ കണ്ണുനീർ കണ്ട ദൈവം ആ മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നു കൊടുത്തു. ആമേൻ. അവൾ ഹല്ലേലൂയ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച. ആമേൻ. അതിനു മുൻപ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ദൂതൻ അവളുടെ കണ്ണു തുറന്നു എന്ന്. ആമേൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ കരുതലുകൾ നാം കാണണമെങ്കിൽ ഒന്നാമതായിട്ട് ആമേൻ ഹാലം നമ്മുടെ കണ്ണ് തുറക്കപ്പെടണം. ആമേൻ. മരുഭൂമിയില കഷ്ടതയില നമ്മുടെ കണ്ണ് തുറക്കപ്പെടേണ്ടത്, ഇല്ലായ്മയില നമ്മുടെ കണ്ണ് കാരണം ആമേൻ ഹാലയിലെ ശരിക്കും ഓൾറെഡി അവിടെ ആമേൻ മരുഭൂമിയിലെ ദൈവം ഹാഗാറിന്റെ കുഞ്ഞിന് വേണ്ടി ഒരു ഉറവ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കാണുവാൻ തക്കവണ്ണം ആമേൻ അവരുടെ ഹൃദയ കണ്ണ് അടഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ ഹൃദയ കണ്ണ്, അവളുടെ കണ്ണ് അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആമേൻ അതിനരികില് ഒരു ഉറവയുണ്ടെന്നത് കാണുവാൻ കഴിയാത്തത്. എന്നാൽ ദൂതൻ അവളുടെ കണ്ണ് തുറന്നപ്പോൾ അവൾ ഉറവ കണ്ടു. അവൾ ബാലനെ എഴുന്നേൽപ്പിച്ചു. ബാലൻ അവൾ വെള്ളം നൽകുവാനായിട്ടിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് പകൽക്കാലം ഒന്ന് വിളിച്ചു പറയട്ടെ. ആമേൻ. ഈ മരുഭൂമിയുടെ അവസ്ഥയില് ആമേൻ ഞാനും നിങ്ങൾ തകർന്നു പോകത്തില്ല കേട്ടോ. ഈ പലരും നമ്മോട് പറയും, ആമേൻ ഇനി നിനക്കൊരു വിടുതലില്ല, നിന്റെ കുഞ്ഞിന് ഇത്രയും പ്രായമായല്ലോ, ഇനി അതിനൊരു ഭാവി ഉണ്ടോ? അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഇനി ഒരു ആമേൻ ഒരു ഉയർന്ന ഒരു മേഖലയുണ്ടോ? അല്ലെങ്കിൽ ജോലിയിൽ ഇനി ഒരു സ്ഥാനമുണ്ടോ? അല്ലെങ്കിൽ ഒരു നന്മയുണ്ടോ? എന്തിനാ ഇതിനിറങ്ങിയത്? പാരമ്പര്യത്തിൽ നിന്നൂടായിരുന്നോ എന്ന് ആമേൻ പലരും ചിന്തിക്കും. പലരും പറയും. ഞങ്ങളുടെ ചർച്ചില് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു, അവൻ CSL ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു ഫാമിലി രക്ഷിക്കപ്പെട്ട് കടന്നു വന്നു. അവരുടെ റിലേറ്റീവ്സ് കംപ്ലീറ്റ് CSL. അവൻ ഇപ്പോൾ അവരുടെ ഭവനത്തിന്റെ ജപ്തിയുടെ ഒരു അവസ്ഥയിൽ കൂടി ഇപ്പൊ ആ കുടുംബം കടന്നു പോകുകയാണ്. അവരുടെ ബന്ധുക്കളൊക്കെ വന്ന് പറയുന്നത്, വല്ല ആവശ്യമുണ്ടോ? എന്തിനാ ഈ ബന്ധക്കോസിൽ പാടാനും കൊട്ടാനും പോയത്? അവൻ പള്ളിയിൽ അച്ഛൻ വന്ന് പറയുകയാ, തിരിച്ചു വന്നൂടെ? നിങ്ങളുടെ മൂത്ത കുഞ്ഞിനെ പള്ളിയിൽ അച്ഛനായിട്ട് നിങ്ങൾ നേർന്നതല്ലേ, ഇനി പിന്നെ എന്തിനാ നിങ്ങൾ ഈ ബന്ധക്കോസിൽ പോയത്? മടങ്ങി വന്നാൽ നിങ്ങൾക്കൊരു നന്മയുണ്ടെന്ന് പലരും പറഞ്ഞപ്പോഴും ഞങ്ങളുടെ വിശ്വാസി കുടുംബം പറഞ്ഞൊരു അവസ്ഥയുണ്ട്, ഇല്ല ഞങ്ങൾ ഇറങ്ങി, ഇനി ഏതവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ഈ അപ്പനെ വിട്ട് ഞങ്ങൾ പോകത്തില്ല. പലപ്പോഴും എന്നെ വിളിക്കും, ചർച്ചിൽ വെച്ച് കാണുമ്പോഴൊക്കെയും ആമേൻ ഹാല എന്നോട് പറയും, സിസ്റ്റർ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ ഇല്ല, ഇനി ഒരിക്കലും മുൻപോട്ട് എടുത്ത് വെച്ച കാൽ ഞങ്ങൾ പിൻപോട്ട് വെക്കത്തില്ല. ആമേൻ, ഞങ്ങൾ പിന്നിലോട്ട് വെക്കത്തില്ല. വിളിച്ചത് വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ പ്രിയ മക്കളെ ഞാനൊന്ന് പറയട്ടെ, ആമേൻ നാളെയെ ഓർത്ത് ഭാരപ്പെടുന്ന, ആമേൻ ഹാല നാളെ എന്തായി തീരുമെന്ന് ആമേൻ ചിന്തിക്കുന്ന, നാളത്തെ അവസ്ഥ എന്തെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ മരുഭൂമിയിൽ കൂടി നിന്നെ കടത്തിവിടുന്ന എന്തിനാണെന്ന് അറിയാമോ? കരുതുന്ന ഒരു ദൈവത്തെ ആമേൻ കാണിച്ചു തരാനാ. കരുതുന്ന ഒരു ദൈവത്തിന്റെ കരുതലൊന്ന് ആമേൻ നിനക്ക് വെളിപ്പെടുത്തി തരാനാ. ആ കരുതലിന്റെ ആഴം ആമേൻ നീ ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ടുവരുന്നത്. ഈ മരുഭൂമിയിൽ തളർന്നു പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കില്ല കേട്ടോ. ആമേൻ. സ്തോത്രം. ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. ആമേൻ. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 8 ആമേൻ 3-4 ഒന്ന് വായിക്കാമോ? പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം ആമേൻ. സ്തോത്രം 8 ആമേൻ 3-4 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്,
യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായക കൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് നശിച്ചു പോകും. ആമേൻ. അതിന്റെ 4 പറയുന്നത്, ഇവിടെ ആ ശിഷ്യന്മാർ പറയുന്ന ഒരു വാക്കാണ്, ഇവിടെ ഇവർക്ക് മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ ആമേൻ എങ്ങനെ കഴിയും? ആമേൻ. നമുക്കറിയാം യേശുവിന്റെ കൂടെ പോകും. നാം വചനം വായിക്കുമ്പോൾ നമുക്കറിയാം യേശുവിന്റെ കൂടെ പോയി ഒരു കൂട്ടം പുരുഷാരമുണ്ട്. ആമേൻ. വചനം കേൾക്കുവാനും സൗഖ്യം പ്രാപിക്കുവാനും ആശ്വാസങ്ങൾ അനുഭവിക്കുവാനും ഒക്കെ എപ്പോഴും യേശുവിന്റെ കൂടെ ഒരു കൂട്ടം പുരുഷാരമുണ്ട്. ഇവിടെ ആമൻ ഈ പുരുഷാരം വന്നത് ദക്കപ്പൊലി എന്ന ദേശത്ത് നിന്ന്. കാരണം യേശുവിന് അവിടെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു. 6000 അവൻ ഭൂതങ്ങളെ വഹിച്ചുകൊണ്ട് അവൻ ഒരുത്തൻ അവിടെ ഉണ്ട്. അവന്റെ ബന്ധനങ്ങളെ അഴിച്ച് അവനെ സ്വതന്ത്രമാക്കുവാൻ യേശു അവിടെ പോയപ്പോൾ യേശുവിന്റെ കൂടെ വന്നവരാണ് ഈ പുരുഷാരം. 3 ദിവസമായി ആഹാരമില്ലാതെ അവർ യേശുവിന്റെ കൂടെ വചനം കേട്ടും യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടും ആമേൻ യേശു ചെയ്യുന്ന അതിശയങ്ങൾ കണ്ടുമൊക്കെ യേശുവിന്റെ കൂടെ പാർക്കുന്ന ഈ ജനമാണ്. എന്നാൽ യേശു പറയുകയാണ്, ആമേൻ, അവർ വളരെ ദൂരെ നിന്ന് വന്നവരാണ്, എനിക്ക് അവരോട് അലിവ് തോന്നുകയാണ്. 3 ദിവസമായി അവർ ആഹാരം കഴിക്കാതെ അവർ നമ്മോട് കൂടെ പാർക്കുകയാണ്. അവരെ പട്ടിണിയായി വീട്ടിലേക്ക് വിട്ടാൽ അവർ വഴിയിൽ തളർന്നു പോകും. പ്രിയ ദൈവമക്കളെ, ആമേൻ, ഹാലെ, നമ്മുടെ ദൈവത്തിന് അറിയാം എപ്പോൾ നമുക്ക് വേണ്ടി കരുതണമെന്ന്. ആമേൻ, എപ്പോൾ നമ്മെ ആമേൻ ഹാലെ താങ്ങണമെന്ന് നമ്മുടെ കർത്താവിന് അറിയാം. ഈ മരുഭൂമിയിൽ ആമേൻ ഹാലെ യാത്രയില് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് അന്ന് മുതൽ ആമേൻ ഈ മരുഭൂമിയിൽ കൂടി നാം കടന്നു വരുമ്പോൾ തളർന്നു പോകാതെ നമ്മെ കരുതുന്ന ഒരു അപ്പനുണ്ട്. ലോകത്തിന്റെ അപ്പനോ ലോകത്തിലെ ബന്ധുക്കളോ ചാർച്ചക്കാരോ ഒന്നും നമുക്ക് കരുതില്ല, ഒന്നും നമുക്ക് ആശ്വാസമായി തീരില്ല. എന്നാൽ ആർക്കും നമ്മുടെ സാഹചര്യങ്ങൾ അവസ്ഥകളോ അറിയുവാൻ കഴിയില്ല. എന്നാൽ ഈ മരുഭൂമി യാത്രയിലും ആമേൻ നാം തളർന്നു പോകാതെ, നാം ക്ഷീണിച്ചു പോകാതെ നമ്മെ കരുതുവാൻ ഒരു ദൈവമുണ്ട്. ഇവിടെ നോക്കിയ ദൈവത്തിന്റെ ആ സ്നേഹം നോക്ക്. എനിക്ക് അവരെ കുറിച്ച് അലിവ് തോന്നുന്നു, എനിക്ക് അവരെ കുറിച്ച് മനസ്സലിവ് തോന്നുന്നു. കാരണം 3 നാളായി. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ആമേൻ, ദൈവത്തെ നാം അറിഞ്ഞ ഒരു പക്ഷേ ചെറുപ്രായത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ യൗവനകാലത്തിലായിരിക്കാം ദൈവത്തെ അറിഞ്ഞത്. ആമേൻ ഹാൽ ഇത്രയും നാളുകൾ നാം ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ, ആമേൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് നാം ചേർന്നിരിക്കുമ്പോൾ ആ അപ്പൻ നമ്മെ തള്ളിക്കളയുമോ? ഒരു നാളുമില്ല, ഒരു നാളുമില്ല. ആമേൻ സ്തോത്രം. നമുക്ക് വേണ്ടി തന്റെ കരുതൽ വെളിപ്പെടുത്തും. ആമേൻ, നാം തളർന്നു പോകാതെ. ആമേൻ സ്തോത്രം. യെശയ്യാവ് 40:29-30 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവം. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ അവൻ ശക്തി പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഒരു ദൈവ പൈതലിനെ ആമേൻ അത് ദൈവ പൈതലിനെ കുറിച്ച് ആമേൻ ദൈവത്തിന് ഒരു കരുതലുണ്ട് കേട്ടോ. ആമേൻ അനേകർ ക്ഷീണിച്ചു പോകുമ്പോൾ, അനേകർ ആമേൻ ബലം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അനേകർ ഈ മരുഭൂമിയിൽ ഇടറി വീണു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ ആമേൻ നമുക്ക് ശക്തി നൽകി, നമുക്ക് ബലം നൽകി, നമുക്ക് വേണ്ടുന്ന ആഹാരം നൽകി. ആമേൻ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ കുറിച്ച് വായിക്കുമ്പോൾ അവര് ആമേൻ സ്തോത്രം ഹല്ലേലൂയ 40 വർഷം ആമേൻ ഇസ്രായേൽ ജനം സഞ്ചരിക്കുമ്പോൾ അവിടെ പറയുന്നത് അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ലെന്ന, അവരുടെ ചെരുപ്പുകൾ പഴകി പോകില്ലെന്ന. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മെ വിളിച്ചു വേർതിരിച്ചു എങ്കിൽ എന്റെ ദൈവത്തിന് അറിയാം, നമ്മുടെ ഉയരത്തിൽ അപ്പൻ അറിയാം നമുക്ക് എന്തൊക്കെ വേണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ വേണം, നമുക്ക് എപ്പോൾ ജോലി വേണം, നമുക്ക് എപ്പോൾ ജോലിയിൽ ഉയർച്ച വേണം, എപ്പോൾ നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾ ഒരു പരിഹാരം വേണമെന്നാ നമ്മുടെ അപ്പന് നന്നായിട്ട് അറിയാം. തക്ക സമയമാകുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ കരങ്ങൾ ആ നന്മ തരും. അതുവരെ ആ ഞാൻ പാടിയതുപോലെ മരുവ് പ്രയാണത്തില് നമുക്ക് ചാരിടുവാൻ ഒരു നല്ല നായകനുണ്ട്. ലോകത്തിലെ നായകൻ അല്ല കേട്ടോ, ഉയരത്തിലെ നായകൻ, ഉയരത്തിലെ നമ്മുടെ പ്രിയൻ, ഉയരത്തിലെ നമ്മുടെ പിതാവുണ്ട്. ഈ മരുഭൂമി യാത്രയില് തളർന്നു പോകാതെ ചാരുവാൻ ആമേൻ അപ്പന്റെ മാർവ് നമുക്കുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആശ്വസിപ്പിക്കുവാൻ അപ്പന്റെ കരങ്ങൾ നമുക്കുണ്ട് ദൈവമക്കളെ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ഓർക്കുക, എന്തിനാ ഈ മരുഭൂമിയുടെ അവസ്ഥ? ആമേൻ നമ്മെ പണിയാനാ, ചിലത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആമേൻ തുടച്ചു മാറ്റാനാ. ദൈവഹിതമില്ലാത്ത ചില സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടച്ചു മാറ്റി നമ്മെ പണിതെടുത്ത ദൈവിക ദൗത്യത്തിൽ കൊണ്ടുവരാനാ മരുഭൂമിയുടെ അവസ്ഥകൾ. ആമേൻ ഹല്ലേലൂയ. എന്തിനാ മരുഭൂമിയുടെ അവസ്ഥ? നമ്മെ കാണുന്ന ഒരു ദൈവത്തെ കാണുവാൻ, ആമേൻ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം ഒന്ന് അനുഭവിച്ചറിയുവാനാ. ആമേൻ മരുഭൂമിയുടെ അവസ്ഥ എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ കണ്ണുകൊണ്ടൊന്ന് കാണുവാൻ, ദൈവത്തിന്റെ കരുതലുകൾ ഒന്ന് അനുഭവിപ്പാനാ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ.
ആമേൻ സ്തോത്രം. മരുഭൂമിയുടെ അവസ്ഥകൾ, ആമേൻ മരുഭൂമിയില്, ആമേൻ ഹാലയില് ചുട്ടുപൊള്ളുന്ന അവസ്ഥ നമുക്കറിയാം. ആമേൻ ആവർത്തന പുസ്തകം 8:15 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് മരുഭൂമിയിൽ എന്തുണ്ടെന്നറിയാമോ? അഗ്നിസർപ്പവും തേളും. ആമേൻ ഹാലേലുയ. വെള്ളമില്ലാത്ത വളർച്ചയുമുള്ള വലിയത് ഭയങ്കരമായത് മരുഭൂമി. അഗ്നിസർപ്പമുണ്ട്, തേളുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? ആമേൻ സ്തോത്രം. നമുക്കറിയാം പാമ്പിന്റെ പ്രത്യേകത നമുക്കറിയാം. അത് മുൻഭാഗം കൊണ്ടാണ് അത് നമ്മെ കൊത്തുന്നത്. എന്നാൽ തേളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിൻഭാഗം കൊണ്ടാണ് നമ്മളെ കുത്തുന്നത്. പാമ്പ് നമ്മളെ കൊത്തുമ്പോൾ തേൾ നമ്മളെ കുത്തും. അതായത് മുൻപിലും പിൻപിലും നമുക്ക് പ്രതികൂലം മരുഭൂമിയില്. മരുഭൂമി ജീവിതം എന്ന് പറയുമ്പോൾ ഒരു സൈഡ് മാത്രമല്ല നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ആമേൻ ഹാലെ. നമ്മുടെ പിന്നിലും പ്രശ്നം വരും, നമ്മുടെ മുന്നിലും പ്രശ്നം വരും. എന്നാൽ ഈ പ്രശ്നങ്ങളില് നാം തളരാതെ മുന്നോട്ട് പോകുവാൻ, ആമേൻ ഹാലേലുയ, ഒരു കഴുകാൻ എപ്രകാരമാണോ കുഞ്ഞിനെ തന്റെ കുഞ്ഞിനെ വഹിക്കുന്നുവോ, അതിന്റെ ചിറകിന്റെ മറൽ കുഞ്ഞിനെ വഹിക്കുന്നു, ചിറകിന്റെ മുകളിൽ കുഞ്ഞിനെ വഹിക്കുന്നുവോ, അതുപോലെയാണ് ആമേൻ മരുഭൂ പ്രയാണത്തില് ദൈവം നമ്മെ നയിക്കുന്നത്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വചനത്തിന് മുമ്പിൽ സമർപ്പിക്കാം? കർത്താവേ, മരുഭൂ പ്രയാണത്തില് ഞങ്ങൾക്ക് അങ്ങല്ലാതെ ആരുമില്ല. ഈ ഞാൻ തുടക്കത്തിൽ വചനം വായിച്ചതുപോലെ മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഈ മരുഭൂമി മാറുവാൻ സമയമായി. എപ്പോഴും നമുക്ക് ഈ മരുഭൂമിയുടെ അവസ്ഥ അല്ല കേട്ടോ. എപ്പോഴും നമുക്ക് ഈ പ്രതികൂലങ്ങളല്ല നമ്മുടെ മുൻപില്. മരുഭൂമിയിൽ മരുഭൂമി മാറുവാൻ സമയമായി. ആ വരണ്ട അനുഭവം മാറുവാൻ സമയമായി. ആ നിർജ്ജനമായ അനുഭവം മാറുവാൻ സമയമായി. നാം പണിയാനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്തോത്രം ദൈവസ്ഥലില്ല, നാം ഒന്ന് സമർപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മരുഭൂമിയെ ആനന്ദമാക്കുവാൻ, നമ്മുടെ മരുഭൂമിയുടെ ജീവിതത്തെ, നമ്മുടെ പ്രയാസകരമായ ജീവിതത്തെ ആനന്ദമാക്കുവാൻ നമുക്ക് കഴിയും. നമുക്കറിയാം മോശയെ പണിതെടുത്തതിന് ശേഷം ദൈവം മോശയെ പറയുന്ന ഒരു വാക്കുണ്ട്. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലെ സകല മനുഷ്യരിലും അതിസൗമ്യനായി തീർന്നു. അങ്ങനെയെങ്കിൽ പണിയപ്പെടൽ എന്താണെന്നറിയാമോ? ഉടച്ചു വാർക്കൽ എന്തിനാണെന്നറിയാമോ? മരുഭൂമിയിൽ കൂടെ കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു സൗമ്യനാക്കി മാറ്റുവാൻ. ദൈവം തന്നെ മോശയെ പറിച്ചു പറയുകയാണ്, എന്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനാണ്. ആമേൻ ഹല്ലേലൂയ. ഒരു വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ, ഒരു സൗമ്യത ജീവിതത്തിൽ വരണമെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടി നാം കടന്നു പോയേ മതിയാകൂ. സ്തോത്രം. മരുഭൂമി എന്ന് പറയുന്നത് ഒരു പോരാട്ടങ്ങളുള്ള സ്ഥലമാ. സ്തോത്രം. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ദൈവമക്കളെ നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്, അല്ലെ? നമുക്കറിയാം പൗലോസിനെ പറ്റി അറിയാം. പൗലോസ് സ്തോത്രം. പൗലോസ് ആരെന്ന് ചോദിച്ചാൽ ഫിലിപ്പിയർ 3:5-8 വരെ വായിക്കുമ്പോൾ അവിടെ പൗലോസിനെ പറ്റി പറയുന്നത്, 8-ാം നാളിൽ പരിച്ഛേദനയാറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ചു പരീശൻ, എങ്കിലും ഹല്ലേലൂയ അവിടെ നാം ഒന്ന് വരച്ചിടണം. എങ്കിലും പൗലോസ് പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നിരിക്കുന്നു. പൗലോസിന്റെ ജീവിതത്തിൽ വന്നത് ചെറിയ കഷ്ടതകളല്ല. പൗലോസ് കടന്നുപോയ മരുഭൂമിയുടെ അവസ്ഥകൾ ഒരു ചെറിയ അനുഭവം അല്ല ദൈവമക്കളെ. സ്തോത്രം. വളരെ ചൂടേറിയ സ്തോത്രം ഹല്ലേലൂയ അനുഭവത്തിൽ കൂടിയാണ് പൗലോസ് കടന്നുപോയത്. 2 കൊരിന്ത്യർ 11:23 മുതൽ 28 വരെ വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 11:23 മുതൽ 28 വരെ വായിക്കുമ്പോൾ അവിടെ പൗലോസ് അനുഭവിച്ച കഷ്ടതകൾ അല്പമായി നമുക്ക് അവിടെ കാണുവാനായിട്ട്. എന്താണോ? അവൻ ഏറ്റവും അധികം അധ്വാനിച്ചവനാ. അധികം പ്രാവശ്യം തടവറയിലായി, അനവധി അടികൊണ്ടു. യഹൂദന്മാരാൽ ഒന്ന് കുറയെ 40 അടി 5 പ്രാവശ്യം തന്റെ ശരീരത്തിൽ കൊണ്ടു. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. കല്ലേറുകൊണ്ടു. ഹല്ലേലൂയ. കള്ളന്മാരാലുള്ള ആപത്ത്, സഹോദരന്മാരാലുള്ള ആപത്ത്, ജാതിക്കാരായുള്ള ആപത്ത്, സ്തോത്രം. ഹല്ലേലൂയ. കൂട്ടു സഹോദരന്മാരുള്ള ആപത്ത്, സകലതും അവന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനിതൊക്കെയും അതിസന്തോഷത്തോടെ സഹിക്കുകയാണ്. എന്റെ ബലഹീനതകൾ ഞാൻ പ്രശംസിക്കുകയാണ്. ഓ ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഇതെല്ലാം എന്റെ ജീവിതത്തിൽ വന്ന് ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നുവെന്ന്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ, ഈ മരുഭൂമിയിൽ ഞാൻ കടന്നു പോകുമ്പോൾ തന്നെ, ഈ പ്രയാസത്തിൽ ഞാൻ കടന്നു പോകുമ്പോൾ തന്നെ, എന്റെ ഒറ്റപ്പെട്ട അവസ്ഥ ഞാൻ കടന്നു പോകുമ്പോൾ തന്നെ, ആരും എനിക്ക് സഹായം തരുവാനില്ലാതെ, ആരും ആശ്രയം തരുവാനില്ലാതെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ പോലും ഞാൻ ശക്തനാണെന്ന്
ഫിലിപ്പിയർ 4:13 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആമേൻ. കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട. ആമേൻ, സ്തോത്രം. ആമേൻ. മരുഭൂമിയുടെ അവസ്ഥയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആമേൻ. എനിക്കറിയില്ല നിങ്ങൾ പോകുന്ന സാഹചര്യം നിങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ വചനത്തെ വെറുതെ ചവിട്ടി കളയരുതേ. വചനം കേട്ട് ഒരു സൈഡിൽ കൂടി കളയുവാനായിട്ട് നിൽക്കരുതേ. ആമേൻ, സ്തോത്രം. ഒന്ന് പറയാമോ, ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ ആമേൻ എന്നെ കരുതുന്ന ദൈവം, ആമേൻ ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ ആമേൻ എന്നെ പോറ്റി പുലർത്തുന്ന ദൈവം, ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ ആമേൻ അഗ്നിസർപ്പവും തേളുമെന്നെ തൊടാതെ, ആമേ ദുഷ്ടശക്തികൾ നമ്മെ തൊടാതെ, പൈശാചിക ശക്തികൾ നമ്മെ നമ്മുടെ തലമുറയെ തൊടാതെ, നമ്മുടെ നന്മയെ തൊടാതെ, ആമേൻ സ്തോത്രം, നമ്മുടെ വാഗ്ദത്തങ്ങളെ തൊടാതെ, ആമേൻ ഹല്ലേലൂയ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. പൗലോസിന്റെ കൂടെ ഇന്ന് പകൽക്കാലം നമുക്കും ഒന്ന് ചേർന്ന് പറയാമോ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആമേൻ ഹല്ലേലൂയ. ആർക്കെങ്കിലും അടി കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും കല്ലേറ് കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ? ആമേൻ ഹല്ലേലൂയ. പൗലോസിനെ പോലെ 1-5 പ്രാവശ്യം ശരീരത്തിൽ വഹിച്ച ആരെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാ നമ്മൾ ഈ പിറുപിറുക്കുന്നത്? ആമേൻ. ദൈവം നന്മ തന്നില്ലെന്ന് പറഞ്ഞ് പിന്നെ എന്തിനാ ദൈവത്തോട് നാം പിറുപിറുക്കുന്നത്? ആമേൻ. എന്താ നാം പ്രാർത്ഥിക്കാതിരിക്കുന്നത്? ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്താ നാം ദൈവത്തിന് എതിരെ നാം ചിന്തിക്കുന്നത്? ആമേൻ. ഇവിടെ ഇതെല്ലാം സഹിച്ച പൗലോസ് പറയുകയാണ്, ആമേൻ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവനാ. ആമേൻ. പൗലോസ് ഒരു ചെറിയ പുള്ളിയല്ല കേട്ടോ, ഒരു സമ്പന്നനാ, ഒരു ധനികനാ. ഹല്ലേലൂയ. പൗലോസ് ആമേൻ അവൻ പറയുകയാണ്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, എങ്കിലും ഇതൊക്കെ എനിക്ക് ലാഭമായിരുന്ന എന്റെ ആമേൻ നന്മകൾ, എനിക്ക് ലാഭമായിരുന്നതായ എന്റെ സമ്പത്തുകൾ, എനിക്ക് ലാഭമായിരുന്നതായ എന്റെ സ്ഥാനമാനങ്ങൾ, എന്റെ പേരും ഹല്ലേലൂയ സകലതും എന്റെ ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്കൊന്ന് പറയാം, കർത്താവേ നീ എന്നെ ശക്തനാക്കുന്ന ദൈവമാണ്. ആമേൻ. നീ എന്നെ ആമേൻ വിടുവിക്കുന്ന ദൈവമാണ്. ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. മർക്കോസ് 1:12-13 നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, ആമേൻ മർക്കോസ് 1:12-13. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. മതി. ആമേൻ സ്തോത്രം. ഇവിടെ പറയുന്നത്, ആമേൻ ആത്മാവ് ആമേൻ അവനെ ആരെയാ? യേശുവിനെ ആമേൻ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളുടെ കൂടെയായിരുന്നു. ദൂതന്മാർ അവനെ ആമേൻ ശുശ്രൂഷിച്ചു എന്ന്. പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എങ്ങനെയാ നാം ജയിക്കേണ്ടത്? ആമേൻ കർത്താവ് അവിടെ ആമേൻ നമുക്ക് മാതൃക പറയുകയാണ്. കർത്താവ് വചനം കൊണ്ട് ആമേൻ ശത്രുവിനെ ജയിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ആമേൻ മരുഭൂമിയിൽ പോകുവാൻ ആത്മാവ് നിർബന്ധിച്ചു. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട 40 ദിവസം ആമേൻ ഹല്ലേലൂയ യേശു മരുഭൂമിയിലായിരുന്നു. യേശു മരുഭൂമിയിൽ 40 ദിവസം ഉപവാസത്തിലായിരുന്നു. യേശു 40 ദിവസം പ്രാർത്ഥനയിലായിരുന്നു. ഈ സമയത്തൊക്കെയും ആമേൻ പിശാച് പല തന്ത്രങ്ങളുമായി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ ഹല്ലേലൂയ ആ സ്ഥാനത്തൊക്കെ യേശു ജയിച്ചത് അങ്ങനെയാണെന്നറിയാമോ? വചനം കൊണ്ട് ജയിച്ചു. ആമേൻ. ദൂതന്മാര് ആമേൻ ശുശ്രൂഷയ്ക്കായി യേശുവിന്റെ അടുക്കൽ എത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ ഞാൻ മരുഭൂമിയില് ഈ കഷ്ടത അനുഭവത്തിൽ ഞാൻ എങ്ങനെയാ ജയിക്കേണ്ടതെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിൽ കൂടി പറയട്ടെ, മരുഭൂമിയിൽ നാം ജയിക്കേണ്ടത് വചനം കൊണ്ടാണ്. ആമേൻ. വചനം കൊണ്ട് ജയിക്കണമെങ്കിൽ രാവും പകലും ആമേൻ വചനം ധ്യാനിക്കുന്നവരായിരിക്കണം. രാവും പകലും നമുക്ക് ലഭിക്കുന്ന സമയം ആമേൻ അനാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ആമേൻ മൊബൈലിന്റെ മുമ്പിലും മറ്റു ടിവിയുടെ മുമ്പിലും സമയം കളയേണ്ടതല്ല പ്രിയ ദൈവജനമേ. ആമേൻ നമ്മുടെ പരീക്ഷാ സമയങ്ങളില്, നമ്മുടെ മരുഭൂമിയുടെ സമയങ്ങളില് കുറ്റം പറഞ്ഞും ആമേൻ പെറുപെറുത്തും ഇരിക്കേണ്ടവരായിട്ടല്ല. ആമേൻ ഹല്ലേലൂയ. നാം വചനം വായിക്കണം, നാം പ്രാർത്ഥിക്കുവാൻ തുടങ്ങണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ മരുഭൂമിയുടെ അവസ്ഥയില് ശത്രു പരീക്ഷിക്കുവാനായി കടന്നു വരുമ്പോൾ, ശത്രു നമ്മെ തകർക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ ആമേൻ ഈ മരുഭൂമിയുടെ അവസ്ഥകളെ ജയിക്കുവാൻ നമുക്ക് കഴിയും.
ആമേൻ. എന്നാൽ മരുഭൂമിയിൽ നാം പിറുപിറുത്താൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആമേൻ. സ്തോത്രം. ഹാലേ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കും. നമുക്കറിയാം ഇസ്രായേൽ മക്കള്, ആമേൻ ഹാലയിലെ മോശ ഇസ്രായേൽ മക്കളെ നയിച്ചുകൊണ്ട് ആമേൻ കടന്നു വരുമ്പോൾ, ആമേൻ സ്തോത്രം, അവിടെ ഹാലയിൽ ഇസ്രായേൽ മക്കള് വെള്ളത്തിനു വേണ്ടി ആമേൻ ശൂർ മരുഭൂമിയിൽ എത്തിയപ്പോൾ മാറായിലെ വെള്ളം ആമേൻ ഹാല അത് കയ്പുള്ളതെന്ന് പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം ദൈവത്തോട് ആമേൻ മോശയോട് അവർ പിറുപിറുക്കുവാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. അവർ ദൈവത്തോട് പിറുപിറുക്കുവാൻ തുടങ്ങി. ആമേൻ മോശ ആമേൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞ മോശെ ആമേൻ ഒരു വൃക്ഷത്തെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ അതിന്റെ ഒരു കൊമ്പ് വെട്ടി ആ വെള്ളത്തിലോട്ടിട. ആമേൻ ആ വെള്ളത്തിലിട്ടപ്പോൾ അത് മധുരമായി തീർന്നു. അത് കഴിഞ്ഞ് പിന്നെയും അവർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ആമേൻ ഹാലേലുയ സീൻ മരുഭൂമിയിൽ എത്തിയപ്പോൾ അവർ ആഹാരത്തിന് വേണ്ടി ആമേൻ പിറുപിറുക്കുന്ന നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഇസ്രായേൽ മക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ മിസ്രയീമിലായിരുന്നപ്പോൾ ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കലായിരുന്നു. ആമേൻ ഞങ്ങൾ വേണ്ടുവോൾ ആഹാരം കഴിച്ചു, ഞങ്ങൾ അവിടെ തൃപ്തിയായി. എന്നാൽ ഇവിടെ ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനേക്കാളും യഹോവ ഞങ്ങളെ മിസ്രയീമിൽ വെച്ച് അങ്ങ് കൊന്നാൽ നല്ലതായിരുന്നുവെന്ന് ആമേൻ ജനം ആമേൻ യഹോവയോട് ആമേൻ മോശയോട് പിറുപിറുക്കുന്ന നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ആമേൻ നാം സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ജനത്തിന്റെ പിറുപിറുപ്പ് ആമേൻ യഹോവയ്ക്ക് അനിഷ്ടമായി തോന്നിയത് കൊണ്ട് യഹോവ എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ സ്തോത്രം ഹാലേലുയ. ആ പാളയത്തിന്റെ അറ്റങ്ങളിലൊക്കെയും തീ അയച്ച ആമേൻ സംഹരിച്ചു കളയുവാനിട്ടിടയായി തീർന്നു. ആമേൻ ജനം മോശയോട് നിലവിളിച്ചപ്പോൾ മോശ യഹോവയോട് പ്രാർത്ഥിച്ചു, ദൈവം ആ തീയെ കെടുത്തി കളഞ്ഞു. ആമേൻ ഒത്തിരി പേര് മരുഭൂമിയിൽ പിറുപിറുപ്പ് കാരണം നഷ്ടപ്പെട്ടു കേട്ടോ. ഒത്തിരി പേരെ യഹോവ തള്ളിയിട്ട് കളഞ്ഞു. ആമേൻ ഒത്തിരി പേരെ യഹോവ ശിക്ഷിച്ചു. ആമേൻ അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ ആമേൻ ഹാലേലുയ, ദൈവം നമ്മെ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ട് വരുമ്പോൾ ആമേൻ ദൈവസമിൽ നാം പിറുപിറുക്കുവാൻ ഇടയാകരുത്. ആമേൻ ഹാല ഞാൻ നേരത്തെ പാടിയതുപോലെ മരുഭൂ പ്രയാണത്തില് ആമേൻ നമുക്ക് ചാരുവാൻ ഒരു പ്രിയനുണ്ട്. ആമേൻ ഹാലേലുയ. നമുക്ക് മരുഭൂ പ്രയാണത്തിൽ നമുക്ക് ആശ്വസിപ്പാൻ ഒരു അപ്പനുണ്ട്. ആമേൻ ഹാലേലുയ. ആമേൻ യെരമ്യാ പ്രവാചന പുസ്തകം 31:2 പറയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ആമേൻ സ്തോത്രം ഹാലേലുയ. കൃപ കണ്ടെത്തുന്നത് എവിടെയാണെന്നറിയാമോ? മരുഭൂമിയിലാ. ആമേൻ സ്തോത്രം. യോഹന്നാന് അരുളപ്പാട് ലഭിച്ചത് എവിടെയാണെന്ന് അറിയാമോ? മരുഭൂമിയിലാ. അങ്ങനെയെങ്കിൽ ഹാലേലൂയ ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് പറയട്ടെ, ആമേൻ ഹാലേലൂയ, ദൈവം നമ്മളെ പണിയുന്നത് മരുഭൂമിയിലാ. ആമേൻ ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത് മരുഭൂമിയിലാ. ആമേൻ ദൈവം ആമേൻ ദൈവത്തെ നാം കാണുന്നത് ആമേൻ നാം മരുഭൂമിയിലാ. ദൈവത്തിന്റെ കരുതൽ നാം അനുഭവിക്കുന്ന മരുഭൂമിയിലാ. ആമേൻ സ്തോത്രം. ഇവിടെ ആമേൻ വാളിന് തെറ്റി ശേഷിച്ച ജനം കൃപ കണ്ടെത്തിയ മരുഭൂമിയിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ മരുഭൂമിയിൽ മാത്രമേ നമുക്ക് കൃപ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. ആമേൻ കോടി വിലയുള്ള വീട്ടിലോ ആമേൻ എല്ലാ സുഖ സൗകര്യങ്ങളിലോ താമസിക്കുമ്പോൾ ഒരിക്കലും നാം ദൈവത്തോട് എടുക്കാറില്ല. ഒരിക്കലും നാം ദൈവസ്ഥലം കരയാറില്ല. കാരണം നമുക്ക് ദുഃഖങ്ങളില്ല, അതുകൊണ്ട് നാം കരയാറില്ല. എന്നാൽ ഹാലേലുയ ആമേൻ അങ്ങനെയാണെങ്കിൽ ആമേൻ എല്ലാ സുഖ സൗകര്യങ്ങളും കൂടെ നാം ആയിരിക്കും ഒരിക്കലും ദൈവത്തിന് തന്റെ ദൗത്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് പലരും പറയുന്ന സാക്ഷ്യം കേട്ടിട്ടില്ലേ, ആമേൻ ഞാൻ വളരെ ആമേൻ നരികയായ ഒരു കുടുംബത്തിൽ ഞാൻ ജനിച്ചതാ, വലിയ ആമേൻ സ്ഥാനമാനങ്ങൾ ഇരുന്ന വ്യക്തിയാ ഞാൻ, ഇന്ന് ഞാൻ സീറോയാണെന്ന്. എന്തുകൊണ്ടാ? ആ മരുഭൂമിയിൽ ദൈവം കൊണ്ടുവന്ന എന്തിനാന്നറിയാമോ? ആമേൻ ഹാലേലൂയ ചില കൃപകൾ ദൈവം തരേണ്ടതിനാ. ആമേൻ ദൈവം പണിയേണ്ടതിനാ. ആമേൻ സ്തോത്രം ചില ദൗത്യങ്ങൾ ദൈവം ഏൽപ്പിക്കേണ്ടതിനാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ ഹാലേലൂയ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മരുഭൂമിയുടെ അവസ്ഥകളില് കർത്താവ് ജയിച്ചതുപോലെ എങ്ങനെയാ ജയിച്ചത്? വചനം കൊണ്ട് ജയിച്ചു. ഇന്ന് പകൽക്കാലം ഈ മരുഭൂമി പ്രയാണത്തില് ആമേൻ സ്തോത്രം അപ്പനോടൊന്ന് ചേർന്നിരിക്കാമോ? ആമേൻ ഹാലേലൂയ. ആമേൻ സ്തോത്രം മരുഭൂമി പ്രയാണത്തില് ആമേൻ ദൈവത്തിന്റെ ആമേൻ സ്നേഹത്തോടൊന്ന് ചേർന്നിരിക്കുവാൻ കഴിയുമോ? ആമേൻ സ്തോത്രം ഹാലേലൂയ. കർത്താവേ, ഈ മരുഭൂമി അവസ്ഥയിൽ എന്നെ ആമേൻ അത് സഹിക്കുവാൻ, അത് തരണം ചെയ്യുവാനുള്ള കൃപ തരണമേ എന്ന് ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇവിടെ ജെരമ്യാവിൽ നാം വായിച്ചത് ആമേൻ സ്തോത്രം ഹാലേലൂയ, വാളിന് തെറ്റിയ ജനം ആമേൻ ഹാലേലൂയ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കൃപ കണ്ടെത്തുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ. ആമേൻ സ്തോത്രം ഹാലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ ശോധനകളില് പൊന്നുപോലെ നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ സ്തോത്രം ഹാലേലൂയ. പ്രിയ ദൈവമക്കളെ, മരുഭൂമിയിൽ നാം പിറുപിറുത്തു കഴിഞ്ഞാൽ ആമേൻ ഒരിക്കലും ദൈവം ആമേൻ ഹാലേലൂയ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൗത്യത്തെ നമുക്ക് പ്രാപിപ്പാൻ കഴിയില്ല. ആമേൻ സ്തോത്രം ഹാലേലൂയ. വചനം പറയുന്നുണ്ടല്ലോ, ആമേൻ മരുഭൂമിയെയാണ് ദൈവം മലർവാടിയാക്കുന്നത്, മരുഭൂമിയെ ഉദ്യാനമാക്കി തീർക്കും. ആമേൻ ഹാലേലൂയ. ഉദ്യാനം എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാ. ആമേൻ നമ്മുടെ മരുഭൂമിയുടെ അവസ്ഥയിൽ ഇന്ന് നാം തളർന്നും ക്ഷീണിച്ചുമാ പോകുന്നത്. എന്നാൽ നാളെയുടെ നാളുകളില് അതിനെ ഉദ്യാനമാക്കുവാൻ, ആമേൻ അനേകർക്ക് സുഗന്ധം കൊടുക്കുവാൻ, അനേകരുടെ കണ്ണുകൾക്ക് കുളിർമ കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കത് പ്രാർത്ഥിക്കാമോ? ഇവിടെ വാക്യം വായിച്ചത് മരുഭൂമിയെ ആമേൻ മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിപ്പിക്കും
ആനന്ദിപ്പാനിട്ടിടയായിത്തീരും. നിർജ്ജന പ്രദേശം ഉല്ലസിപ്പാനിട. ഇന്ന് പകൽക്കാലം ദൈവം ആമൻ ഈ മരുഭൂമിയുടെ അവസ്ഥയില് ആമൻ ഹാലിൽ ആനന്ദിപ്പാൻ ദൈവം നമുക്ക് മുഖാന്തരങ്ങൾ ഒരുക്കട്ടെ. ആമൻ ഹാലി നിർജ്ജനമായ അവസ്ഥകളെ മാറ്റി അത് പനിനീർ പുഷ്പം പോലെ പൂക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. ആമൻ മരുഭൂമിയിലെ യേശു വചനം കൊണ്ട് ജയിച്ചതുപോലെ ആമൻ ഹാലിൽ വചനം കൊണ്ട് ജയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ മരുഭൂമിയുടെ അവസ്ഥയില് കൃപ കണ്ടെത്തുവാൻ ദൈവം സഹായിക്കട്ടെ. മരുഭൂമിയുടെ അവസ്ഥയില് ദൈവം നമ്മെ പണിയേണ്ടതിനായിട്ട് ഒന്ന് താഴ്ന്നു കൊടുക്കുവാൻ ഇടയാകട്ടെ. ആമൻ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അല്പസമയം അങ്ങയുടെ വചനവുമായിട്ടുള്ളവർക്കായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. മരുഭൂമിയുടെ അവസ്ഥയില് എന്റെ പ്രിയന്റെ മേലൊന്ന് ചാരിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ പിറുപിറുത്തുകൊണ്ട് അമ്മ ദൈവ ശാപത്തിൽ ഉടലെടുക്കുവാനല്ല കർത്താവേ. അപ്പാ ഹാലെ മരുഭൂമിയുടെ യാത്രയിൽ പ്രിയന്റെ മേലൊന്ന് ചാരുവാൻ വചനം കൊണ്ട് യേശു പിശാചിനെ ജയിച്ചതുപോലെ, പ്രതികൂലങ്ങളെ ജയിച്ചതുപോലെ വചനം കൊണ്ട് ഞങ്ങൾക്ക് ജയിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിന് സഹായിച്ചതിനായി സ്തോത്രം. ദൈവമേ കർത്താവേ മിനിസ്ട്രിക്കായി സ്തോത്രം. അങ്ങയുടെ ദാസനായ കുടുംബത്തിനായി സ്തോത്രം. തലമുറകൾക്കായി സ്തോത്രം. അങ്ങയുടെ ദാസൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. കർത്താവചനം കേൾപ്പാൻ കടന്നു എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ഒരു ദിവസം പോലും മുടങ്ങാതെ ആഗ്രഹത്തോടെ കടന്നു ഈ ജനത്തെ കർത്താവേ അങ്ങ് നിറച്ചനുഗ്രഹിക്കണമേ. കർത്താവേ ഹാല് പോരാതെ വണ്ണം, ഇടം കൊള്ളാതെ വണ്ണം സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.